ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ നാടൻ സ്റ്റൈലില് ഞണ്ടൊന്ന് വറ്റിച്ചെടുത്തത് കണ്ടോക്കിയാലോ. ചോറിന്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ അതല്ല പൊറോട്ടയോ ചപ്പാത്തിയോ പത്തിരിയോ എന്നിവയുടെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റോ ഞണ്ട് വറ്റിച്ചതോ എന്നൊക്കെ പറയും. ആദ്യം ഇതൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ അടർത്തി മാറ്റാം. ഇത് കണ്ടോക്കിയാൽ അറിയാം ഞണ്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഇത്ര എളുപ്പമായിരുന്നു എന്ന്. എല്ലാവർക്കും ഞണ്ട് ഇഷ്ടമാണെങ്കിലും അത് കട്ട് ചെയ്തെടുക്കേണ്ട മടിക്ക് ഹോട്ടലിൽ പോയൊക്കെ കഴിക്കാറാണ് പതിവ്. ഇതിന്റെ നല്ല വശമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തന്നെ ഉപയോഗിക്കാം. ചെറിയ പീസുകളൊക്കെ നമുക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതുകൂടി ഇട്ടുകൊടുത്താൽ നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവും. ഇതിന്റെ അറ്റത്ത് വരുന്ന ആ പോർഷൻസ് മാത്രം കളഞ്ഞ് ബാക്കി ഭാഗം എടുക്കാം. ആ വലിയ ചിറകിന്റെ ഒക്കെ ഈ ഭാഗം കളഞ്ഞെടുത്ത് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാം. ഇനി ഞണ്ടിന്റെ ബോഡിയുടെ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ഒരു കത്തി എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി, അത് അടർന്ന് കിട്ടും. ഇതുപോലെ വേണ്ടാത്തതൊക്കെ അടർത്തി മാറ്റി ഒന്ന് കൈകൊണ്ട് നെക്കിപ്പിഴിഞ്ഞ് അതിന്റെ കച്ചറയൊക്കെ കളഞ്ഞെടുക്കാം. ഓരോരുത്തരും ഓരോരു തരത്തിലാണ് ഉണ്ടാക്കുക. ഓരോരുത്തരും ഇത് ചിറകൊന്നും എടുത്ത് കളയാതെ അതിലൊന്നേ വെച്ച് ഈ നടുഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇനിയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോനെ വാങ്ങിയിട്ടുള്ളൂ. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും ഒരു തക്കാളി കട്ട് ചെയ്തതും 4 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഉപ്പ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 കപ്പ് വെള്ളവും ചേർത്ത് മൂടി വെച്ച് അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കുതിർത്ത് വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം വറ്റി വരുമ്പോൾ തന്നെ ഞണ്ട് വെന്തിട്ടുണ്ടാവും. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. മറ്റൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം.